നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒത്തിരി 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 ദുരിതങ്ങളുടെ പിറകില് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ചില വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ ഒരു സൈനായിട്ട് കാണണം. ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പറയേണ്ട കാര്യം എന്താ, നിങ്ങൾക്കൊരു നന്മ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാണത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഉദാസീനമായിട്ട് കാണാതെ, നമ്മൾ കാണുന്ന എങ്ങനെയാണ്, നമ്മൾ വല്ലോ ചെയ്താണോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ആര് ചെയ്താലും ഒരു തിന്മ കയറി വരുന്നതിന് ഒരു തുറന്നു കിടക്കുന്ന വാതില് ഉണ്ടാവും. അത് അറിഞ്ഞിരിക്കണം. അത് ഒരു തുറന്നു കിടക്കുന്ന വാതിൽ ഉണ്ടാവും. അതിന് നമ്മൾ ഇനി എന്നാ പറഞ്ഞാലും ഉണ്ടാവും. അപ്പൊ ആ വാതിൽ അടയ്ക്കാതെ, വാതിലടയ്ക്കണ്ടേ? വാതിലടച്ചു കഴിഞ്ഞാൽ പിശാച് പോകും. പാപം ചെയ്യരുത്. നമുക്കെപ്പോ കർത്താവിനോട് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ, ഈശോയെ എന്താ പ്രാർത്ഥിക്കേണ്ടത് അറിയാൻ, ഈശോയെ ഇങ്ങനെ പ്രാർത്ഥിക്കും ഉള്ളില്, എന്റെ ഈശോയെ ഞങ്ങൾ